ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കണ്ണൂരോളം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഞാനിന്ന് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഒരു രാത്രി വ്യൂ ആണ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇരിട്ടി ഭാഗത്തേക്ക് ഒരു 1-2 വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോഴാണ് ഏകദേശം സന്ധ്യയോടടുത്തിരുന്നു. അപ്പോഴാണ് എയർപോർട്ടിൻ്റെ അതുവഴിയാണ് നമ്മൾ വരുമ്പോൾ ഒന്ന് എയർപോർട്ടിൻ്റെ നൈറ്റ് വ്യൂ, പകലത്തെ വ്യൂ ഞാൻ മുന്നേ വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നൈറ്റ് വ്യൂ ഒന്ന് വീഡിയോ എടുത്താൽ ലൈറ്റ് നല്ല ഭംഗിയുണ്ടാവുമെന്നുള്ളത് കൊണ്ട് ഒന്ന് അങ്ങോട്ടേക്ക് പോയി വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മുടെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ മുന്നേ ചെയ്ത ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ എയർപോർട്ടിനെ കുറിച്ചുള്ള ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും അതിൻ്റെ പ്രാരംഭഘട്ടങ്ങളും ഉദ്ഘാടനം വരെയുള്ള കാര്യങ്ങളും, പിന്നെ അതുപോലെ ആരാണ് ഉദ്ഘാടനം ചെയ്തത്, ഏതെല്ലാം വിമാനങ്ങളാണ് ഇവിടുന്ന് സർവീസ് നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നൈറ്റ് വ്യൂ മാത്രമാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. ഇന്ന് കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ നൈറ്റിലത്തെ ഒരു വ്യൂ നിങ്ങളെ കാണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ എത്തി. നമ്മുടെ കണ്ണൂർക്കാർക്ക് എന്തുകൊണ്ടും അഭിമാനിക്കാൻ പറ്റുന്നൊരു കാര്യമാണിത്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ രാത്രിയത്തെ വ്യൂ എന്ന് പറയുന്നത് വളരെ സുന്ദരമായൊരു വ്യൂ ആണ്. പിന്നെ ഇതിൻ്റെ പുറത്ത് മതിലിൻ്റെ അപ്പുറത്തുള്ള കാഴ്ചയാണിത്. ഇതും നല്ല വ്യൂ ആയതുകൊണ്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് എടുത്തതാണിത്. കണ്ട, പണ്ട് ആർക്കും വേണ്ടാണ്ട് കിടന്നിരുന്ന മൂർക്കമ്പറമ്പ് വെറും വനപ്രദേശമായിട്ട് കിടന്നിരുന്ന സ്ഥലമായിരുന്നു ഇത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു എയർപോർട്ട് വന്നിട്ട് അതിൻ്റെ കാഴ്ചയെല്ലാം കാണുമെന്ന് പറഞ്ഞാൽ കണ്ണൂർക്കാരായ ഓരോരാൾക്കും അത് അഭിമാനത്തിൻ്റെ ഒരു നിമിഷം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടത്തേക്ക് കടന്നു കഴിഞ്ഞു. പിന്നെ പൈസ വാങ്ങുന്നുണ്ട്, 50 രൂപ, 50 റുപ്പീസാണ് വാങ്ങുന്നത്. അത് തിരിച്ചു വരുമ്പോൾ കൊടുക്കുക ചെയ്യുക. പിന്നെ ഞാൻ മുന്നേ എയർപോർട്ടിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, പൂട്ടാനായ എയർപോർട്ടാണ്, അവിടെ ആരുമില്ല, അങ്ങനെയല്ല. പക്ഷെ ഞാനിപ്പോൾ പോയപ്പോൾ കണ്ടത് ടാക്സികളും പ്രൈവറ്റ് വാഹനങ്ങളുമായിട്ട് ആയിരക്കണക്കിന് വണ്ടികളുണ്ട് അവിടെ പാർക്കിങ്ങിലും, കൂടാതെ ഇങ്ങനെ റോഡിൻ്റെ സൈഡിലുമായിട്ട് അത്രയും അധികം ആൾക്കാരുണ്ടായിരുന്നു വരുന്നത്. പിന്നെ ഇതുപോലെ അവരെ കൂട്ടാനും കൊണ്ടുവിടാനും ഒക്കെ ആയിട്ട് വന്ന ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു. ഇതാണോ പൂട്ടാനായ എയർപോർട്ട് എന്ന് പറഞ്ഞത് എന്ന് എനിക്ക് തോന്നിപ്പോയി. അടച്ചുപൂട്ടേണ്ട അവസ്ഥയൊന്നും എന്തായാലും വരില്ല. ഇനി അങ്ങനെ വല്ല സാധ്യത ഉണ്ടെങ്കിൽ തന്നെ അതിനുള്ള കാരണം പോയിൻ്റ് ഓഫ് കോൾ ലഭിക്കാത്തതാണ്. പോയിൻ്റ് ഓഫ് കോൾ ലഭിക്കുകയാണെങ്കിൽ വിദേശ വിമാന കമ്പനികൾക്കൊക്കെ കണ്ണൂരിൽ നിന്ന് സർവീസ് നടത്താനാവും. ഇപ്പോൾ രാജ്യത്തിനകത്തുള്ള വിമാന കമ്പനികൾ മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ. അതാണ്
ഇതിൻ്റെ ഒരു പ്രധാന ഇവിടെ സർവീസുകൾ കുറയാനുള്ള കാരണം. അതാണ് ആളുകൾ കുറയാനും എയർപോർട്ടിനൊരു വികസനം ഇല്ലാതിരിക്കാനുള്ള മെയിൻ കാരണം. അല്ലായിരുന്നെങ്കിൽ മറ്റുള്ള എയർപോർട്ടുകളെ കാട്ടിയും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു എയർപോർട്ടായി നമ്മുടെ കണ്ണൂർ എയർപോർട്ട് മാറിയേനെ. ഇവിടെയുള്ള കമ്പനികൾക്ക് ആവശ്യത്തിന് സർവീസ് നടത്താനുള്ള വിമാനങ്ങളില്ലല്ലോ. ഒരുപാട് യാത്രക്കാർ ആശ്രയിക്കുന്ന എയർപോർട്ടാണ് കണ്ണൂർ എയർപോർട്ട്. യാത്രക്കാരില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് പോയിൻ്റ് ഓഫ് കോൾ ലഭിക്കാത്തത് കൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ എയർപോർട്ടായിരുന്നിട്ട് കൂടി, 4ാമത്തെ രാജ്യാന്തര എയർപോർട്ടായിരുന്നിട്ട് കൂടിയും കണ്ണൂർ എയർപോർട്ടിന് കൂടുതൽ വിമാന സർവീസുകൾ നടത്താൻ പറ്റാത്തത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താനും പറ്റും. അതിനോടനുബന്ധിച്ച് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തേനെ. ഇപ്പോൾ നമ്മൾ അറൈവലിൻ്റെ അവിടെയാണ് ഉള്ളത്. അതായത് എയർപോർട്ടിൻ്റെ താഴത്തെ ഭാഗത്ത്, മേലത്തെ ഭാഗത്താണ് പുറത്തേക്ക് പോകുന്നത് ഉള്ളത്. അപ്പോൾ ഇത് വിമാനം ഇറങ്ങി ആൾക്കാർ പുറത്തേക്ക് വരുന്ന അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് എത്തിയവരും അവരെ വണ്ടിയൊക്കെയാണ് ഞാൻ നേരത്തെ കുറേ കാണിച്ചിട്ടുണ്ടായ വണ്ടിയെല്ലാം. കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇങ്ങോട്ടേക്ക് വരുന്നിടത്ത്, പോകുന്ന സ്ഥലത്ത് കുറച്ച് മാത്രമേ ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. നമ്മളന്ന് പകൽ വന്നപ്പോൾ ഇങ്ങോട്ടൊന്നും നമുക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ ഇങ്ങോട്ടെല്ലാം കയറാൻ പറ്റി. അതുകൊണ്ട് എല്ലാം വീഡിയോ എടുക്കാൻ പറ്റി. നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം കാണാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ കുറേ ആൾക്കാരുണ്ടായിരുന്നു എന്ന്. ആ കാണുന്നത് പാർക്കിംഗ് ഏരിയ ആണ്. കുറേ വണ്ടികളുണ്ട്. പക്ഷേ ഈ സൈഡിലുള്ള ആ ലൈറ്റ് കത്താത്തത് കൊണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ കാണാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മൾ മേലെ എത്തി. എവിടെയാണ് പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിലേക്ക് പോകുന്നവർ പോകുന്ന സ്ഥലം. ഇവിടെ ആൾക്കാർ കുറവായിരുന്നു. താഴെയുള്ള അത്ര ആൾക്കാർ ഇവിടെ ഇല്ല. ഇതാണ് അവിടുത്തെ ഒരു വ്യൂ. ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒന്ന് പ്ലെയിന് പോകുന്നത് ടേക്ക് അവേൻ്റെ ഒന്ന് കാണണം, വീഡിയോ എടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു 100 രൂപേൻ്റെ, ഒരാൾക്ക് 100 രൂപേൻ്റെ ടിക്കറ്റ് എടുത്താൽ മേലെ ഏറ്റവും ടോപ്പിൽ വ്യൂവേഴ്സ് ഗാലറി ഉണ്ട്. അവിടെ പോയിട്ട് നമുക്ക് പ്ലെയിന് പോകുന്നത്, ഫ്ലൈ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്തു. അവിടുന്ന് 7:50 ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരു 7:30 ആകുമ്പോൾ ടിക്കറ്റ് എടുത്തത്. പിന്നെ നമ്മൾ കുറച്ച് അവിടെ നിന്ന് വീഡിയോ എല്ലാം എടുത്ത് ആ ടൈം ആവുന്നത് വരെ അങ്ങനെ നമ്മൾ 7:45 ആ സമയം, 7:45 ആ സമയമായപ്പോൾ നമ്മൾ മേലേക്ക് പോയി. പക്ഷേ ആ പ്ലാന് ഫെയിലായിപ്പോയി. കാരണം നമ്മൾ മേലെ കയറി കഴിഞ്ഞപ്പോൾ അറിയുന്നത് നമുക്ക് പ്ലെയിന് നമുക്ക് കാണാൻ പറ്റും, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. കാരണം വീഡിയോ എടുക്കുമ്പോൾ ഗ്ലാസ്സിലേക്ക് കൂടി നമ്മളെ തന്നെയാണ് കാണുന്നത്. കണ്ട, വീഡിയോ എടുക്കാൻ പറ്റില്ല. അതാണ് ഇപ്പോൾ 7:50 ആ ടൈമിന് പോകാനുണ്ടായിരുന്ന ഫ്ലൈറ്റാണത്. അത് നമുക്ക് ഇങ്ങനെ മാത്രം, ഇതാണ് വീഡിയോ, ശരിക്കും നമ്മളെ തന്നെയാണ് അതിൽ കാണുന്നത്. നമുക്ക് ഡയറക്റ്റ് നോക്കുമ്പോൾ കാണാൻ പറ്റും, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ ടേക്ക് അവേ ഒന്ന് വീഡിയോ എടുക്കണം, എന്നിട്ട് ഇതിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോയത്. വീഡിയോ ഇതേപോലെ എടുക്കാൻ പറ്റുന്നുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ട് ആ റൺവേയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അത് പിന്നെ ആ റൺവേയിലോട്ടൊക്കെ ഇറങ്ങി അങ്ങോട്ട് പോയിട്ട് പിന്നെ തിരിച്ച് പെട്ടെന്ന് അങ്ങ് ഫ്ലൈ ചെയ്ത് പോകാണ്ടായത്. അപ്പോൾ നമുക്കിങ്ങനെ മാത്രമേ വീഡിയോ
എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടുള്ളൂ. വേറെ സത്യം പറഞ്ഞാൽ വെറുതെ 200 രൂപക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഇപ്പോൾ നമ്മളെ നെഞ്ചത്തോട്ട് പ്ലെയിന് പോകുന്ന അവസ്ഥയാണ് വീഡിയോയിൽ കാണുന്നത്. പക്ഷെ ഡയറക്റ്റ് കാണാൻ പറ്റി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ രാത്രിയത്തെ കാഴ്ചകൾ ഉണ്ടായിരുന്നത്. ഇപ്പം അങ്ങോട്ടേക്ക് ഫ്ലൈറ്റ് പോകുന്നതാണെന്നുണ്ടാ. പിന്നെ ലഗേജെല്ലാം പ്ലെയിനിൻ്റെ അകത്തേക്ക് കയറ്റാൻ കൊണ്ടുപോകുന്ന അതാണ് അവിടെ കാണുന്നത്. അതിൻ്റെ പേരെനിക്കറിയില്ല. അപ്പോൾ നമ്മളെ ഫ്ലൈറ്റ് അങ്ങനെ പോയി, കണ്ടോ, പോയി. അപ്പോൾ ഇങ്ങനെയല്ലാന്ന് ഇവിടുത്തെ രാത്രി കാഴ്ചകൾ. പിന്നെ എയർപോർട്ടിൻ്റെ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പകലെടുത്ത വീഡിയോ ആണ്. അതിന് നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിന് പോയിൻ്റ് ഓഫ് കോൾ ലഭിക്കാനും അത് അങ്ങനെ കൂടുതൽ വിമാന സർവീസുകൾ ഇവിടെ ഉണ്ടാവാനും ഏറ്റവും മികച്ച എയർപോർട്ടായി കണ്ണൂർ എയർപോർട്ടിനെ കാണാൻ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്നും നമുക്ക് കാത്തിരിക്കാം അതിനു വേണ്ടി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ കണ്ണൂരിൽ ഉള്ള ഏതെങ്കിലും വ്യൂ പോയിൻറ്റ്സ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്ത് ഏതെങ്കിലും നല്ല വ്യൂ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് എഴുതണം. അങ്ങനെയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ആ വീഡിയോ ഷുവറായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി നാളെ കാണാം. ബൈ ബൈ.